ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വെണ്ടക്ക ഫ്രൈ ആണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടക്ക ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു വെണ്ടക്ക ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവിൽ വെണ്ടക്ക എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ നല്ലോണം കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുള്ള വെണ്ടക്കയാണ് കേട്ടോ. അതിനുശേഷം ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വെണ്ടക്ക കഷ്ണങ്ങൾക്ക് ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ അളവിൽ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിലാണ് കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്കൊരു വെണ്ടക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ മാത്രം മാറ്റി വെച്ചാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് മസാല പുരട്ടി ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. വെണ്ടക്ക ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെണ്ടക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഈ ഒരു വെണ്ടക്ക ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ നമ്മൾ ഈ ഒരു വെണ്ടക്ക ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടക്ക ഫ്രൈ ആണ് കേട്ടോ. അത് നമുക്കിത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും പിന്നെ ലഞ്ചിൻ്റെ ഒക്കെ കൂടെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെണ്ടക്ക ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഫസ്റ്റത്തെ ട്രിപ്പ് വെണ്ടക്ക ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത് മാറ്റിന് ശേഷം ബാക്കിയുള്ള വെണ്ടയ്ക്കും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ രണ്ടാമതൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ കുറവായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെണ്ടക്ക ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്